നമുക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കിയാലോ? ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്ത് അതിനോട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വയ്ക്കുക. അതിലേക്ക് ഞാൻ തണുത്ത വെള്ളമാണ് ഉപയോഗിച്ചത്. ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നവരുണ്ട്, എന്താണെങ്കിലും കുഴപ്പമില്ല. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് നല്ല മയത്തിൽ ഇതുപോലെ കുഴച്ച് വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു കുറച്ച് എണ്ണ കൂടി അതിൽ പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് കുറച്ച് നേരം വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല ബലം കൊടുത്ത് ഒന്ന് കുഴച്ച് വയ്ക്കണം. ഈ കുഴക്കലിലാണ് ചപ്പാത്തിയുടെ മയം ഇരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഗോതമ്പ് പൊടിയിൽ തന്നെ മുക്കി ചപ്പാത്തി പലയെ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കാം. ആദ്യമൊന്നും ശരിക്കും ഷേപ്പ് കിട്ടണമെന്നില്ല കേട്ടോ. പതിയെ പതിയെ നമുക്ക് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിക്കോളും. ചിലർ ചപ്പാത്തി കുറേ പരത്തി പേപ്പറിലാക്കി വയ്ക്കും. കാരണം പെട്ടെന്ന് നമുക്കങ്ങനെ ആക്കിയെടുക്കാനായിട്ടുള്ള പാടുകൊണ്ടാണ്. ഞാനും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നന്നായി ചൂടായ തവയിലോട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കണം. അതിൻ്റെ മേലിൽ ചെറിയ ചെറിയ കുമ്പളകൾ വന്ന് തുടങ്ങുമ്പോൾ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലും ചെറിയ ചെറിയ കുമ്പളകൾ കാണും. നമ്മൾ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അതെടുത്ത് അതിലേക്ക് എന്തെങ്കിലും ഒരു ഒലീവ് ഓയിലോ കുറച്ച് നെയ്യോ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് തടവി പാത്രത്തിൽ എടുത്ത് വയ്ക്കും. ഇങ്ങനെ നമ്മൾ രണ്ടാമത് നന്നായിട്ട് ബലം കൊടുത്ത് കുഴയ്ക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി അടച്ചു വെച്ചില്ലെങ്കിൽ പോലും, അതായത് ചൂടാറാൻ നമ്മൾ സാധാരണയായിട്ട് കാസറോളിനകത്ത് ഇട്ട് വെക്കുമല്ലോ, അതിൻ്റെ മെയിൻ ഉദ്ദേശങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ ചപ്പാത്തി സോഫ്റ്റായിട്ടിരിക്കുക എന്നുള്ളത് കൂടിയാണല്ലോ. എന്നാൽ അതങ്ങനെ കാസറോളിലൊന്നും ഇട്ട് വെച്ചില്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി തന്നെയായിരിക്കും ഇത്. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്കിതുപോലെ തന്നെ പരത്തി ചുട്ടെടുക്കാം. ഇത് ഒരേ സമയം നമ്മൾ ചുടുകയും പരത്തുകയും എല്ലാം കൂടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് ചെയ്തോളൂ കേട്ടോ. ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയും കറിയുടെ റെഡി ആയിട്ടുണ്ട്. കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.